ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചറെയിൻസ്. ഇന്നത്തെ വീഡിയോയിൽ റീഡിംഗ് സ്കില്ലിനെ പറ്റിയിട്ടുള്ള നോട്ട്സാണ് പറയുന്നത്. റീഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ റിട്ടൺ വേർഡ് ഓർ പ്രിൻറ്റഡ് സിമ്പൽ ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഇൻ ടു ആൻ അപ്രോപ്രിയേറ്റ് സൗണ്ട്. റിട്ടൺ വേർഡിനോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് സിമ്പലിനോ അപ്രോപ്രിയേറ്റ് സൗണ്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഈസ് ദ റിസപ്റ്റീവ് സ്കിൽ ഇൻ റിട്ടൺ മോഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റീഡിംഗ് എന്ന് പറയുന്നത് റിസപ്റ്റീവ് സ്കില്ലാണ്. ഒരു റിട്ടൺ മെറ്റീരിയൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്നും ഇൻഫോർമേഷൻ നമുക്ക് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. റീഡിംഗ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്സ്: സിമ്പൽ, സൗണ്ട് ആൻഡ് സെൻസ്. റീഡിങ്ങിൽ 3 എലമെൻറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പൽ, ദെൻ സൗണ്ട് ആൻഡ് സെൻസ്. ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് 3S. ഈ 3 എലമെൻറ്റ്സിനെ 3S എന്നാണ് പറയുന്നത്. സൈലൻറ്റ് റീഡിങ്ങിൻ്റെ കേസിലാവുമ്പോൾ നമ്മളിതിൽ ഒരു S ഡ്രോപ്പ് ചെയ്യും, ദാറ്റ് ഈസ് സൗണ്ട്. സൈലൻറ്റ് റീഡിങ്ങിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടാണ് വായിക്കുക. സോ ഈ 3Sലെ സൗണ്ട് എന്ന് പറയുന്ന എസ്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ദീസ് 3S ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റീഡിംഗ്. റീഡിംഗ് എന്ന പ്രോസസ്സിൽ ഈ 3 എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്, സിമ്പൽ, സൗണ്ട് ആൻഡ് സെൻസ്, ദെൻ ഓൺലി വി വിൽ ഏബിൾ ടു റീഡ് ഇറ്റ്. ഒരു വേർഡിൻ്റെ സിമ്പൽ, അതിൻ്റെ സൗണ്ട്, അത് സെൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡ് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദീസ് 3 elements, symbol, sound and sense are very important for reading. Then subskills of reading എന്താ നോക്കാം. Recognize the script. Recognize written material. ഒരു റിട്ടൺ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് അതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. നെക്സ്റ്റ് പോയിന്റ്, റെക്കഗ്നൈസ് വൊക്കാബുലറി. അതിലുള്ള വേർഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. റെക്കഗ്നൈസ് ബേസിക് സിൻടാക്റ്റിക് ഫാക്ടർ. സിൻടാക്റ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഫ്രേസ്, ക്ലോസ്, സെൻറ്റൻസ് എക്സെട്ര. നമുക്കൊരു റിട്ടൺ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫ്രേസ് ആണോ, ക്ലോസ് ആണോ, സെൻറ്റൻസ് ആണോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് എലിസിറ്റ് ദ മെയിൻ പോയിൻറ്റ്സ്. ടു ഗെറ്റ് ദ മെയിൻ പോയിൻറ്റ്സ് ഫ്രം ദാറ്റ് റീഡിംഗ്. എലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ് ഔട്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമ്മൾ വായിക്കുന്ന ആ മെറ്റീരിയലിൽ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു പാസേജ് എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ദ മെയിൻ ഐഡിയ ഫ്രം ദ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ. ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻ ഐഡിയ എന്താണ്, അതിൽ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയണം. ദെൻ ദ ലാസ്റ്റ് പോയിൻറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റൈറ്റർ. ഇഫ് യു ആർ റീഡിംഗ് സംതിങ് ഇൻ എ പ്രോപ്പർ വേ, യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റൈറ്റർ. ഒരു റിട്ടൺ മെറ്റീരിയൽ നമ്മൾ പ്രോപ്പർ വേയിൽ വായിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ എഴുതിയ ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ദ നെക്സ്റ്റ് പോയിന്റ് കം അണ്ടർ റീഡിംഗ് സ്കിൽ ഈസ് സ്റ്റേജസ് ഇൻ പ്രോസസ് ഓഫ് റീഡിംഗ്. റീഡിംഗ് എന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്ന സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഈസ് റെക്കഗ്നിഷൻ സ്റ്റേജ്, സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചറിങ് സ്റ്റേജ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ്. ഫസ്റ്റ് റെക്കഗ്നിഷൻ സ്റ്റേജ് എന്താ നോക്കാം. ഇൻ ദിസ് സ്റ്റേജ് ദ ലേണർ സിംപ്ലി റെക്കഗ്നൈസ് ദ സ്പോക്കൺ വേർഡ്സ് ഇൻ ഇറ്റ്സ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് ഫോം. റിട്ടൺ ഓർ പ്രിൻറ്റഡ് ഫോമിലുള്ള ഒരു മെറ്റീരിയലിനെ സ്പോക്കൺ വേർഡായി മാറ്റുന്ന ആ ഒരു സ്റ്റേജിനാണ് റെക്കഗ്നിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ വായിക്കുന്ന ആ ഒരു സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്ട്രക്ചറിങ് സ്റ്റേജ്. ഇൻ ദിസ് സ്റ്റേജ് ദ ലേണർ ഐഡൻറ്റിഫൈ ദ സിൻടാക്റ്റിക് റിലേഷൻഷിപ്പ് ഓഫ് ദ ഐറ്റംസ്. That means the learner is knowing about the grammatic rule, how grammar is applied in a sentence, etc. ഈ സ്റ്റേജിൽ ഒരു റിട്ടൺ മെറ്റീരിയൽ വായിച്ചിട്ട് ഗ്രാമാറ്റിക് റൂൾസിനെ പറ്റി ലേണർക്ക് അറിയാൻ കഴിയും. ഒരു സെൻറ്റൻസിൽ എവിടേക്കാണ് ഗ്രാമർ യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ലേണർക്ക് അറിയാൻ കഴിയും. Then the third stage is interpretation stage. Here the learner comprehends the meaning. ഒരു റിട്ടൺ മെറ്റീരിയൽ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് ലേണർ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ദ ലേണർ ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റൈറ്റേഴ്സ് ഒപ്പീനിയൻ ആൻഡ് ഫാക്ട്. ഒരു റിട്ടൺ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും റൈറ്ററിൻ്റെ ഒപ്പീനിയൻ എന്താണ്, ലേണറിൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് ലേണർക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ടോപ്പിക് കം അണ്ടർ റീഡിംഗ് സ്കിൽ ഈസ് എയിം ഓഫ് ടീച്ചിങ് റീഡിംഗ്. കുട്ടികളെ റീഡിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ എയിം എന്താണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു എനേബിൾ ദ ലേണർ ടു പ്രൊനൗൺസ് ദ വേർഡ് കറക്റ്റ്ലി. ഒരു റിട്ടൺ മെറ്റീരിയൽ നോക്കിയിട്ട് അതിൽ ഓരോ വേർഡ്സിനെയും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ലേണറിന് കഴിയണം. സെക്കൻഡ് പോയിന്റ് ഈസ് ത്രൂ ടീച്ചിങ് റീഡിംഗ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ലേണർ ടു കോംപ്രിഹെൻസ് ദ മീനിങ് ഓഫ് ദ വേർഡ്. കുട്ടികളെ വായിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോ വേർഡിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയണത്. When they read, they will become familiar with new words.
സോ ദേ ക്യാൻ ലേൺ ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്സ്. കുട്ടികൾ ഒരു റിട്ടൺ മെറ്റീരിയൽ വായിക്കുമ്പോൾ അവരതിൽ ഓരോ വേർഡ്സായിട്ടും ഫെമിലിയർ ആവും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു ഇൻ്റർപ്രറ്റ് സെൻറ്റൻസ് ആക്യുറേറ്റ്ലി. കുട്ടികളെ റീഡിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു റീഡ് ഈസിലി ആൻഡ് ഫ്ലുവൻ്റ്ലി. കുട്ടികളെ വായിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു ടെക്സ്റ്റ് ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു എൻറിച്ച് ദ സ്റ്റുഡൻസ് വൊക്കാബുലറി. വായിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ പറ്റും. വെൻ ദേ റീഡ് ദേ വിൽ ബി ഫെമിലിയർ വിത്ത് ന്യൂ വേർഡ്സ്, സോ ദെയർ വൊക്കാബുലറി വിൽ എൻറിച്ച്. അവർ കുറേ വായിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വേർഡ്സായിട്ട് ഫെമിലിയർ ആവാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വേർഡ്സിനെ പറ്റി അറിയാൻ കഴിയും. അവരുടെ വൊക്കാബുലറി തന്നെ എൻറിച്ച്ഡ് ആവും. ദെൻ ടു മേക്ക് ദ പ്യൂപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ലേണർ. കുട്ടികളെ ഇൻഡിപെൻഡൻറ്റ് ലേണർ ആക്കി മാറ്റാൻ പറ്റും. ഒരുപാട് വായിച്ച് പ്രാക്ടീസ് ആവുമ്പോൾ അവർക്ക് സ്വയം മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ മറ്റാരുടെയും സഹായമില്ലാതെ ഒരു ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ കഴിയും. ദ നെക്സ്റ്റ് പോയിന്റ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് റീഡ് ഫ്ലുവൻ്റ്ലി. ഫ്ലുവൻ്റായിട്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ കുട്ടികൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. ദെൻ ടു ഇൻക്രീസ് പ്യൂപ്പിൾസ് നോളജ്. കുട്ടികളുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ദെൻ ലാസ്റ്റ് പോയിന്റ് ടു ക്രിയേറ്റ് ഇൻ പീപ്പിൾ എ ടേസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഒരുപാട് തവണ വായിക്കുന്നതിലൂടെ കുട്ടികളിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. കുട്ടികളിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ലെവൽസ് ഓഫ് റീഡിംഗ്. There are mainly 3 levels of reading. They are literal level, inferential level and evaluative level. റീഡിങ്ങിൽ 3 ലെവൽസ് ഉണ്ട്. ലിറ്ററൽ ലെവൽ, ഇൻഫറൻഷ്യൽ ലെവൽ ആൻഡ് ഇവാലുവേറ്റീവ് ലെവൽ. ഫസ്റ്റ് നമുക്ക് ലിറ്ററൽ ലെവൽ എന്താ നോക്കാം. ഇൻ ലിറ്ററൽ ലെവൽ ദ റീഡിംഗ് ഒക്കർ ഇൻ എ നോർമൽ വേ. നോർമൽ വേയിൽ നമ്മളൊരു ടെക്സ്റ്റിനെ വായിക്കുന്നതിനെയാണ് ലിറ്ററൽ ലെവൽ എന്ന് പറയുന്നത്. ദ റീഡർ ക്യാൻ ഫൈൻഡ് ദ മീനിങ് ഡയറക്റ്റ്ലി ഫ്രം ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് വായിക്കുന്നു, ആ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി അതിൻ്റെ മീനിങ് ഫൈൻഡ് ചെയ്യുന്നു. For example, if a passage is given, question answer is given from that passage. The reader will able to get each answer of the questions from that given passage. ഒരു പാസേജ് തരും, അതിൽ നിന്നും ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ നമുക്ക് ഈസിലി ആ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ലെവലിനെയാണ് ലിറ്ററൽ ലെവൽ എന്ന് പറയുന്നത്. ദെൻ ഇൻഫറൻഷ്യൽ ലെവൽ. ഇൻ ദിസ് ലെവൽ ദ റീഡർ കനോട്ട് ഗെറ്റ് ദ എക്സാക്ട് ആൻസർ ഫ്രം ദ ടെക്സ്റ്റ് ഡയറക്റ്റ്ലി. ഈ ലെവലിൽ ഒരു ടെക്സ്റ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് അതിലുള്ള എക്സാക്റ്റ് ആൻസർ എന്താണ് എന്ന് റീഡർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ദ ലേണർ ഹാവ് ടു ഇൻ്റർപ്രറ്റ് ദ ടെക്സ്റ്റ്. ഈ ലെവലിൽ ലേണർ ആദ്യം ആ ടെക്സ്റ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൻഫറൻഷ്യൽ ലെവൽ ഈസ് ആക്ച്വലി ഗിവിങ് എംഫസൈസ് ഫോർ ദ ലേണർ ടു ഇൻ്റർപ്രറ്റ് ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ആൻസർ എന്താണ് എന്ന് റീഡർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് റീഡർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദെൻ ദ തേർഡ് ലെവൽ ഈസ് ഇവാലുവേറ്റീവ് ലെവൽ. ഇൻ ദിസ് ലെവൽ ദ ലേണർ ഹാവ് ടു ഫൈൻഡ് ദ എക്സാക്ട് ആൻസർ ബിയോണ്ട് ദ ടെക്സ്റ്റ്. ആൻസേഴ്സ് ആർ നോട്ട് അറ്റ് ഓൾ പ്രൊവൈഡഡ് ഇൻ ദ ടെക്സ്റ്റ് ഡയറക്റ്റ്ലി. ഈ ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് ആൻസർ എന്താണെന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ടെക്സ്റ്റിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്ത് നിന്നും നമുക്ക് അതിനുള്ള ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു പാസേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിറ്ററൽ ലെവലിലാണെങ്കിൽ ആ പാസേജ് വായിച്ച് അപ്പം തന്നെ നമുക്കതിൻ്റെ ആൻസർ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻഫറൻഷ്യൽ ലെവലാണെങ്കിൽ ആ പാസേജ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവാലുവേറ്റീവ് ലെവലാണെങ്കിൽ ആ പാസേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല. ആ പാസേജ് വായിച്ച് നമ്മൾ ചിന്തിച്ച് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. The next topic is types of reading. There are 7 types of reading. They are intensive reading, extensive reading, loud reading, silent reading, scanning, skimming and skipping. First നമുക്ക് intensive reading എന്താ നോക്കാം. It means a detailed study of a passage. ഒരു പാസേജിനെ ഡീറ്റെയിൽ ആയി വായിക്കുന്നതിനെയാണ് intensive reading എന്ന് പറയുന്നത്. In this reading we have to give high concentration while reading. It concentrates on the study of language. That means it concerned with the linguistics, the technical aspect of that passage, knowing the meaning of that passage, etc. ഫുൾ കോൺസെൻട്രേഷൻ വേണം നമുക്ക് ഇൻറ്റൻസീവ് റീഡിങ്ങിന്.
ബിക്കോസ് നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നടത്തുന്നത് ഒരു പാസേജിനെ പറ്റിയിട്ട്. സോ ആ പാസേജിൽ യൂസ് ചെയ്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ആ പാസേജിൻ്റെ മീനിങ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യും. അങ്ങനെ വായിക്കുന്നതിനെയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റൻസീവ് റീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എനേബിൾ ദ സ്റ്റുഡൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്, സ്പീക്ക് ആൻഡ് റൈറ്റ് കറക്റ്റ്ലി. ഇൻറ്റൻസീവ്ലി നമ്മളൊരു കാര്യം വായിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് വായിക്കുകയാണ്, അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്കത് വായിച്ചെടുക്കാനും പറ്റും. ഇങ്ങനെ ഇൻറ്റൻസീവായി വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ എല്ലാ വേർഡ്സും വായിക്കാനും അത് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും കഴിയും. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് സ്റ്റുഡൻസ് വൊക്കാബുലറി ആൻഡ് ലാംഗ്വേജ് ഗെറ്റ് എൻറിച്ച്ഡ്. ഇൻറ്റൻസീവ്ലി വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് വേർഡ്സിനെ പറ്റി അറിയാൻ കഴിയും. കാരണം ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാസേജ് ഡീറ്റെയിൽ ആയിട്ടാണ് വായിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ദെൻ ഇറ്റ് എനേബിൾ ദ സ്റ്റുഡൻറ്റ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ് എനേബിൾ ദ സ്റ്റുഡൻറ്റ് ടു ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാനും ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് വരാനും തുടങ്ങും. ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റൻസീവ് റീഡിംഗ്. ഇൻറ്റൻസീവ് റീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻറിച്ച് ലേണേഴ്സ് വൊക്കാബുലറി ആൻഡ് ദേ വിൽ ഓൾസോ ഗെറ്റ് ആൻ അവയർനെസ് അബൌട്ട് ദ സ്ട്രക്ചർ, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഗ്രാമർ. Because in this type of reading, the learner have to give full on attention for that passage. Each and every aspect of that passage is given more important. So, the learner can improve their ability. ഇൻറ്റൻസീവ്ലി റീഡ് ചെയ്യുകയാണെങ്കിൽ ആ പാസേജിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു പാസേജിനെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും. ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെയും അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഗ്രാമറിനെ പറ്റിയും കുട്ടികൾക്ക് അറിയാൻ പറ്റും. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഡെവലപ്പ് ദ പവർ ഓഫ് എക്സ്പ്രഷൻ, വിച്ച് മീൻസ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഈസ് ബീൻ ബിൽഡ് ഓൺ ദ ലേണർ. എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുക, നമ്മൾ സ്പീക്ക് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയണത്. സോ ഇൻറ്റൻസീവ്ലി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ അവരുടെ പവർ ഓഫ് എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദെൻ നമുക്കിനി ഇൻറ്റൻസീവ് റീഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ദർ ഈസ് ഓൺലി വൺ ഡിസഡ്വാൻറ്റേജ് ഫോർ ഇൻറ്റൻസീവ് റീഡിങ്. ഇറ്റ് ഈസ് because it is a detailed study or detailed analysis on language features. The learner will not be find it as very interesting. Scholarly people can only find it as an interesting one. Learners will not find it an interesting one because it is highly concentration on the analysis of language features. Language features means structure, phrase, punctuations, etc. ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാസേജിനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണ്. സോ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, അതിലുള്ള ഗ്രാമർ, അതിൻ്റെ സ്ട്രക്ചർ, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രേസ്, പഞ്ച്വേഷൻസ്, ഇതെല്ലാം ഫോക്കസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ലേണേഴ്സിന് ഒരു കാര്യം ഇൻറ്റൻസീവായിട്ട് വായിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സ്കോളർലി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യം വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്റ്റുഡൻസിന് അത് ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ദെൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഇറ്റ് മീൻസ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ പാസേജ്. ഒരു പാസേജിനെ ഡീറ്റെയിൽഡ് അല്ലാതെ വായിക്കുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസേൺഡ് വിത്ത് ഗെറ്റിംഗ് ദ ഓവറോൾ മീനിങ് ഓർ ഐഡിയ ഓഫ് എ പാസേജ്. ഒരു പാസേജിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി വായിക്കുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ടു ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഓവർ ദ ലാംഗ്വേജ് ബൈ ദ ലേണർ. ദിസ് എക്സ്റ്റെൻസീവ് റീഡിംഗ് ഈസ് ഗിവൺ ടു ക്രിയേറ്റ് ഓർ ടു നർച്ചർ ഇൻട്രസ്റ്റ് എമംഗ് ദ ലേണർ ടു റീഡ് സംതിങ്. ഇറ്റ് ആക്ച്വലി കൾട്ടിവേറ്റ് എ ടേസ്റ്റ് ഓഫ് റീഡിംഗ് എമംഗ് ദ ലേണർ. ലേണർക്ക് റീഡിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് തോന്നാൻ അല്ലെങ്കിൽ ലാംഗ്വേജിനോടൊരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻസീവ്ലി റീഡ് ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് കീപ്സ് ദ ക്ലാസ് ബിസി. കുട്ടികളോട് എക്സ്റ്റെൻസീവ്ലി ഒരു പാസേജ് വായിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അത് വായിക്കാൻ. ബിക്കോസ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ഒരു ഓവറോൾ ഐഡിയ കിട്ടിയാൽ മതി. സോ എല്ലാ കുട്ടികളും അവർക്ക് കൊടുത്തിരിക്കുന്ന പാസേജ് വായിക്കും. ഇറ്റ് ഇൻക്രീസ് വൊക്കാബുലറി. ഇങ്ങനെ വായിച്ചാലും കുട്ടികളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും. ഇറ്റ് പ്രൊമോട്ട് ലിറ്റററി അനാലിസിസ്. കുട്ടികൾ എക്സ്റ്റെൻസീവായി വായിച്ചു കഴിഞ്ഞാൽ അവർ വായിച്ച ഒരു ടെസ്റ്റിനെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് എൻകറേജ് സെൽഫ് സ്റ്റഡി. കുട്ടികൾക്ക് എക്സ്റ്റെൻസീവായിട്ട് വായിച്ചാൽ മതി,
ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി വായിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി എക്സ്റ്റെൻസീവ് റീഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഗിവ് എംഫസൈസ് ടു അനാലിസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആസ് ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പാസേജിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആ ഒരു പാസേജിൽ എന്താണോ ആ സബ്ജക്റ്റ് മാറ്റർ മാത്രമേ എക്സ്റ്റെൻസീവ് റീഡിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദ ലേണർ ഗെറ്റ് മിനിമം അറ്റൻഷൻ. കുട്ടികൾക്ക് ടീച്ചറിൽ നിന്നും അധികം ശ്രദ്ധ കിട്ടില്ല, കാരണം ഇവിടെ എക്സ്റ്റെൻസീവ് റീഡിംഗ് മാത്രമാണ് ചെയ്യുന്നത്. Then the third type of reading is loud reading. It means reading aloud. ഒരു കാര്യം ഉറക്കെ വായിക്കുന്നതിനെയാണ് ലൗഡ് റീഡിംഗ് എന്ന് പറയുന്നത്. Here, the suprasegmental features are given so much importance. സൂപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിതം, ഇൻറ്റോണേഷൻ, സ്ട്രെസ് എക്സെട്ര. നമ്മളൊരു കാര്യം ഉറക്കെ വായിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണ് സ്ട്രെസ് യൂസ് ചെയ്യേണ്ടത്, ഇൻറ്റോണേഷൻ യൂസ് ചെയ്യേണ്ടത്, റിതം യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യും. സോ ലൗഡ് റീഡിങ്ങിൽ സൂപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സൂപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് ആർ ബീയിങ് ഹൈലി കോൺസെൻട്രേറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ലൗഡ് റീഡിംഗ്. ബൈ ലൗഡ് റീഡിംഗ് വി ക്യാൻ മേക്ക് അവർ പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ്. ലൗഡ്ലി നമ്മളൊരു കാര്യം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ ഡു സെൽഫ് കറക്ഷൻ. നമ്മൾ ലൗഡ്ലി റീഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാനും പറ്റും. ദെൻ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലൗഡ് റീഡിംഗ്. ഒരു ഗുഡ് ലൗഡ് റീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓഡിബിലിറ്റി. നമ്മൾ വായിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ കഴിയണം. ദെൻ സെക്കൻഡ് വൺ ഈസ് റീസണബിൾ സ്പീഡ്. നമ്മൾ നല്ല സ്പീഡിലും വായിക്കരുത്, പറ്റ സ്ലോ ആയിട്ടും വായിക്കരുത്. ഒരു റീസണബിൾ സ്പീഡിലായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. ദെൻ ഗുഡ് ഫ്ലോ. നമ്മൾ വായിക്കുന്നതിന് കറക്റ്റായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. ദെൻ കറക്റ്റ് പോസിങ്. എവിടെയാണോ കറക്റ്റായിട്ട് പോസ് യൂസ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ക്ലാരിറ്റി. നമ്മൾ വായിക്കുന്ന ഒരു കാര്യത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ദെൻ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. കറക്റ്റ് പ്രൊനൗൺസിയേഷനോട് കൂടി വേണം നമ്മൾ ഒരു കാര്യം വായിക്കാനായിട്ട്. ദെൻ ഫ്ലുവൻസി. നമ്മൾ വായിക്കുന്നത് ഫ്ലുവൻ്റ് ആയിരിക്കണം. പ്രോപ്പർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യണം. പ്രോപ്പർ സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യണം. നമ്മളൊരു കാര്യം ലൗഡ്ലി വായിക്കുമ്പോൾ സൗണ്ട് മോഡുലേഷൻ ഓൾസോ കറക്റ്റ് ആയിരിക്കണം. ഇനി ലൗഡ് റീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദ ലേണർ ഫോളോസ് ദ മോഡൽ. ഹിയർ മോഡൽ ഈസ് ടീച്ചർ. ഇൻ ലൗഡ് റീഡിംഗ് ലേണേഴ്സ് ഫോളോസ് റീഡിംഗ് ഓഫ് ദെയർ മോഡൽ. ഹിയർ മോഡൽ ഈസ് ദെയർ ടീച്ചർ. ഇഫ് ദ മോഡൽ ഈസ് പെർഫെക്റ്റ് ലേണേഴ്സ് ക്യാൻ ഇംപ്രൂവ് ദെയർ സ്കിൽസ്. നമുക്കറിയാം ലോവർ ക്ലാസ്സസിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാസേജ് ഉറക്കെ വായിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് കുട്ടികളും അതേപോലെ വായിക്കും. സോ ഇങ്ങനെ വായിക്കുമ്പോൾ ടീച്ചർ വായിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെങ്കിൽ കുട്ടികൾക്കും അവർ വായിക്കുന്നത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ടീച്ചർ ഒരു കാര്യം ലൗഡ്ലി പെർഫെക്റ്റ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓൾസോ അത് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഡെവലപ്പ് കോൺഫിഡൻസ് ഇൻ ദ ലേണർ ബിക്കോസ് ദ ലേണർ ഈസ് റീഡിംഗ് ലൗഡ്ലി. So their confidence also increase. So they can speak the language with fluency. ലൗഡ് റീഡിങ്ങിലൂടെ കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഉറക്കെ വായിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അവർക്ക് മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ കഴിയും. ദെൻ ദ തേർഡ് അഡ്വാൻറ്റേജ് ഈസ് ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് പ്രൊനൗൺസിയേഷൻ. ഉറക്കെ വായിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും. If the teacher give perfect pronunciation, so the learner can also read with correct pronunciation. ടീച്ചർ കറക്റ്റ്ലി ഒരു കാര്യം കുട്ടികൾക്ക് പ്രൊനൗൺസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കേട്ടിട്ട് കുട്ടികൾക്കും അതേപോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ പറ്റും. ദെൻ ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് സെൻസറി ട്രെയിനിങ് ഫോർ ഐസ്, സ്പീച്ച് ഓർഗൻസ് ആൻഡ് ഇയേഴ്സ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഉറക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഐസ്, സ്പീച്ച് ഓർഗൻസ്, ഇയേഴ്സ് ഇതെല്ലാം ഒരേപോലെ വർക്ക് ചെയ്യും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലൗഡ് റീഡിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൗഡ് റീഡിംഗ് ഡസ് നോട്ട് ഡിറൈവ് പ്ലഷർ. ലൗഡ് റീഡിംഗ് വിൽ നോട്ട് ഗീവ് പ്ലഷർ ടു ദ സ്റ്റുഡൻസ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ലൗഡ് റീഡിംഗ് മേ ഓഫൺ കോസ് ലോസ് ഓഫ് അറ്റൻഷൻ ഓൺ മീനിങ്. ഉറക്കെ വായിച്ച് പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വായിക്കുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കില്ല. ഇഫ് യു റീഡ് അലൗഡ് യുവർ കോൺസെൻട്രേഷൻ വിൽ ബി ഓൺ ദ വേർഡ്സ് നോട്ട് ഓൺ ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. ഒരു കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങിന് അവരിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. വേർഡ്സിലായിരിക്കും കുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക.
Then, if you make this loud reading as a habit, it is gonna harm the silent reader. If you read loud, the silent reader won't be able to concentrate on silent reading. നമ്മൾ ലൗഡ്ലി റീഡ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ സൈലൻ്റ്ലി റീഡ് ചെയ്യുന്ന ആൾക്കാരെ അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യും. അവർക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ലൗഡ് റീഡിങ് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. The next point, if a student is reading aloud, the other readers' attention may be get diverted. നമുക്കറിയാം, നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ അപ്പുറത്തൊരാൾ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ അതന്നെയാണ്, ഒരു സ്റ്റുഡൻറ്റ് ലൗഡ്ലി വായിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാതെ പോവാൻ ചാൻസ് ഉണ്ട്. Then the last disadvantage is, not all students are benefited by loud reading in a class. Because loud reading is not applicable in all the students. ലൗഡ് റീഡിംഗ് നമുക്ക് എല്ലാ ക്ലാസ്സിലും അപ്ലിക്കബിൾ അല്ല. ഹയർ ക്ലാസ്സസിലൊന്നും ലൗഡ് റീഡിംഗ് അപ്ലിക്കബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ലൗഡ് റീഡിംഗ് എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റഡ് അല്ല. ദെൻ ദ ഫോർത്ത് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് സൈലൻറ്റ് റീഡിംഗ്. ഇറ്റ് ഈസ് റീഡിംഗ് സംതിങ് സൈലൻ്റ്ലി, റീഡിംഗ് സംതിങ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സൗണ്ട്. ഒരു കാര്യം നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാതെ പതുക്കെ വായിക്കുന്നതിനെയാണ് സൈലൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സൈലൻറ്റ് റീഡിംഗ്. സൈലൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ട ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോ ലിപ്പ് മൂവ്മെൻറ്റ്. നമ്മളൊരു കാര്യം സൈലൻ്റ്ലി വായിക്കുമ്പോൾ നമുക്ക് ലിപ്പ് മൂവ്മെൻറ്റ് വരാൻ പാടില്ല. സെക്കൻഡ് പോയിൻറ്റ്, നോ മർമറിങ് വോയിസ്. നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ പാടില്ല. കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കണം. ദെൻ വൈഡ് ഐ സ്പാൻ. നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കണ്ണുകൾ എത്തണം. ദ നെക്സ്റ്റ് പോയിൻറ്റ്, നോ റൊട്ടേഷൻ ഓഫ് ഹെഡ്. നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഹെഡൊന്നും റൊട്ടേറ്റ് ചെയ്യരുത്. നമ്മുടെ ഐസ് മാത്രമേ നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ നോ മൂവ്മെൻറ്റ് ഓഫ് ഫിംഗേഴ്സ് പെൻസിൽ എലോങ് ദ ലൈൻസ്. നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ അതിലുള്ള ഓരോ ലൈൻസും നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്ത് ഫിംഗർ കൊണ്ട് പോയിൻ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് പോയിൻ്റ് ചെയ്യരുത്. ദെൻ റീസണബിൾ സ്പീഡ്. നമ്മൾ ലൗഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നല്ല സ്പീഡിലും വായിക്കരുത്, നല്ല സ്ലോ ആയിട്ടും വായിക്കരുത്. ഒരു റീസണബിൾ സ്പീഡ് ഉണ്ടായിരിക്കണം. ദെൻ ഗുഡ് കോംപ്രിഹെൻഷൻ. നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ. ഇനി നമുക്ക് സൈലൻറ്റ് റീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് സേവ് ടൈം ആൻഡ് ഇറ്റ് സേവ്സ് എനർജി. വി ഡോണ്ട് ഹാവ് ടു ഗീവ് സോ മച്ച് പ്രഷർ ഫോർ റീഡിങ്, ജസ്റ്റ് ലൈക്ക് വി ആർ ഡൂയിങ് ഇൻ ലൗഡ് റീഡിങ്. സൈലൻറ്റ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം പ്രഷർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൗഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കെ വായിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് ഹിയർ ലൗഡ് റീഡിങ്ങിൽ നമുക്ക് കൂളായിട്ടിരുന്ന് വായിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇത് ടൈം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ സൈലൻറ്റ് റീഡിംഗ് വി ക്യാൻ ഡെവലപ്പ് ദ സ്പീഡ്. നമ്മൾ വായിക്കുന്നതിൻ്റെ സ്പീഡ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഗുഡ് കോംപ്രിഹെൻഷൻ. അർത്ഥം മനസ്സിലാക്കി നമുക്ക് വായിക്കാൻ പറ്റും. ഇറ്റ് പ്രിപ്പയേഴ്സ് ലേണർ ഫോർ ഇൻഡിപെൻഡൻറ്റ് റീഡിംഗ്. സൈലൻ്റ്ലി വായിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ലേണർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വായിക്കാൻ കഴിയും. ആരുടെയും ഹെൽപ്പ് ഗൈഡൻസോ ആവശ്യമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കാര്യം വായിക്കാൻ കഴിയും. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഡീപ്പ് സ്റ്റഡി ബിക്കോസ് ദ ലേണേഴ്സ് ആർ റീഡിംഗ് ഇറ്റ് സൈലൻ്റ്ലി, സോ ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ അസംഷൻ, ഇൻ്റർപ്രിട്ടേഷൻ എക്സെട്ര വെൻ ദേ ആർ റീഡിംഗ് സംതിങ് സൈലൻ്റ്ലി. ഒരു കാര്യം നമ്മൾ സൈലൻ്റ്ലി റീഡ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഡീപ്പായിട്ട് അറിയാൻ കഴിയും. നമ്മളൊരു കാര്യം സൈലൻ്റ്ലി വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന ആ ടോപ്പിക്കിന് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സൈലൻറ്റ് റീഡിംഗ്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് സൈലൻറ്റ് റീഡിംഗ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ ബിഗിനേഴ്സ്. ഫോർ എ ബിഗിനർ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഫോക്കസ് ഓൺ വേർഡ്സ്. ബിഗിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KG സെക്ഷനിലുള്ള കുട്ടികൾക്ക് സൈലൻറ്റ് റീഡിംഗ് അപ്ലിക്കബിൾ അല്ല. കാരണം ആദ്യം അവർക്ക് വേർഡ്സ് എന്താണെന്ന് അറിയണം. വേർഡ്സ് ഫോക്കസ് ചെയ്ത് വേർഡ്സിനെ ലൗഡ്ലി പ്രൊനൗൺസ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഗുഡ് സൈലൻറ്റ് റീഡർ ആവാൻ പറ്റുള്ളൂ. സോ സൈലൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ലോവർ ക്ലാസ്സസിൽ അപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് പോയിൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ സൂപ്രാ സെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് ഹാസ് നോ പ്ലേസ് ഇൻ സൈലൻറ്റ് റീഡിംഗ്. If we are reading silently, we can't find and correct the mistakes in suprasegmental features. നമ്മൾ സൈലൻ്റ്ലി ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ അതിൽ സൂപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സിന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനോ അത് കണ്ടുപിടിക്കാനോ കഴിയില്ല. കാരണം നമ്മളൊരു കാര്യം ലൗഡ്ലി റീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എവിടെയാണ് കറക്റ്റായിട്ട് സ്ട്രെസ് യൂസ് ചെയ്യേണ്ടത്, ഇൻറ്റോണേഷൻ യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സൈലൻറ്റ് റീഡിങ്ങിൽ നമുക്കത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൂപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല സൈലൻറ്റ് റീഡിങ്ങിൻ്റെ കേസിൽ.
വി കനോട്ട് ഫൈൻഡ് വെദർ ദ റീഡർ ഈസ് റീഡിങ് ഓർ നോട്ട്. ഒരു സ്റ്റുഡൻ്റ് ഒരു ബുക്ക് സൈലൻ്റ്ലി റീഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് അത് കറക്റ്റായിട്ട് വായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുട്ടികളിപ്പോൾ സൈലൻ്റ്ലി ഒരു ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അത് അവർ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ടോ, അത് വായിക്കുന്ന പോലെ ആക്ട് ചെയ്യുകയാണോ എന്ന് ടീച്ചർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ദ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് സ്കാനിങ്. സ്കാനിങ് ഈസ് എ വേ ഓഫ് റീഡിംഗ് ഇൻ വിച്ച് ദ ലേണർ ക്വിക്ക്ലി ഗോസ് ത്രൂ ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് ഔട്ട് എ പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫോർമേഷൻ. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ടെക്സ്റ്റിനെ വായിക്കുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈൽ യു ആർ ചെക്കിംഗ് എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറി നമ്മൾ നോക്കുന്നത് ഒരു വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാവും. ആ ഒരു പർട്ടിക്കുലർ വേർഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു ഡിക്ഷണറി നോക്കുന്നത്. അതിലുള്ള ബാക്കി വേർഡ്സിനെയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഈ ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് type of reading is skimming. Skimming is a way in which the learner reads the whole passage rapidly to get the gist of the passage. This may be to get a rough idea or to see what the book is about. ഒരു പാസേജിൻ്റെ ജിസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പാസേജിൻ്റെ ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി ആ ഒരു ഹോൾ പാസേജ് റാപ്പിഡ്ലി വായിച്ചു പോകുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ യു ആർ ഗോയിങ് ഇൻ ടു എ ലൈബ്രറി ജസ്റ്റ് ടു റീഡ് ദ ബുക്ക്, വി ചെക്ക് ബാക്ക് ഓഫ് ദാറ്റ് ബുക്ക്. നമ്മളിപ്പോൾ ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ആ ബുക്ക് എന്തിനെ പറ്റിയാണ് എന്നറിയാൻ ആ ബുക്കിൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും ആ ബുക്കിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ. അങ്ങനെ വായിക്കുന്നതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വായിക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് സ്കിപ്പിംഗ്. ഇറ്റ് ഈസ് എ വേ ഓഫ് റീഡിംഗ് ഇൻ വിച്ച് ദ ലേണർ റീഡ്സ് എ മാറ്റർ ലീവിങ് ഔട്ട് ദ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കാതെ ഒഴിവാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ വായിക്കുന്നതിനെയാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ റീഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, വൈൽ യു ആർ പ്രിപ്പയറിംഗ് നോട്ട്സ് ഫോർ എ സെമിനാർ, യു വിൽ ഓൺലി ടേക്ക് ദ പോയിൻറ്റ്സ് വാട്ട് ഈസ് റിലേറ്റഡ് ടു ദ സബ്ജക്റ്റ് ഓഫ് സെമിനാർ. നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് സെമിനാറിന് വേണ്ട നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. സോ ഗൂഗിളിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമുക്ക് വേണ്ട നോട്ട്സ് മാത്രം, നമ്മുടെ സെമിനാറിൻ്റെ സബ്ജക്റ്റ് മാറ്ററിന് ആവശ്യമായിട്ടുള്ള നോട്ട്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ വായിക്കുന്നതിനെയാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാത്തതൊന്നും നമ്മൾ റീഡ് ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് റീഡിംഗ്. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ റീഡ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്? There are several methods for teaching reading to the beginners. The methods can be broadly classified into analytical method and synthetic method. കുട്ടികളെ റീഡിംഗ് പഠിപ്പിക്കാൻ 2 type of methods ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ മെത്തേഡ് ആൻഡ് സിന്തറ്റിക് മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് പേസ് അറ്റൻഷൻ ഓർ ദേ ആർ ഫോക്കസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. അനലിറ്റിക്കൽ മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനെയോ സൗണ്ട്സിനെയോ ആണ്. ദ 2 മെത്തേഡ് that come under analytical method is alphabetic method and phonic method. അനലിറ്റിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ആൽഫബറ്റിക് മെത്തേഡ് ആൻഡ് ഫോണിക് മെത്തേഡ്. അപ്പോൾ നമുക്കാദ്യം ആൽഫബറ്റിക് മെത്തേഡ് എന്താ നോക്കാം. ആൽഫബറ്റിക് മെത്തേഡ് ടോക്സ് അബൌട്ട് ലേണിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ്. ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനെ പറ്റി പഠിക്കുന്നതിനെയാണ് ആൽഫബറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. In this method, the learner is first taught to name the letter of a word and to utter them as a whole word. ഈ മെത്തേഡിൽ ടീച്ചർ ആദ്യം ഒരു വേർഡിൻ്റെ ഓരോ ലെറ്റേഴ്സും ബോർഡിൽ എഴുതും. എന്നിട്ടത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കും. പിന്നീട് അത് ഒന്നിച്ചൊരു വേർഡാക്കി വായിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ലോവർ ക്ലാസ്സസിൽ ഡെസ്ക് എന്ന വേർഡ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ടീച്ചർ ബോർഡിൽ ഡി എന്ന് എഴുതും. എന്നിട്ട് കുട്ടികൾക്ക് ഡി എന്ന് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് കുട്ടികളും ഡി എന്ന് പറയും. ദെൻ ഇ, ദെൻ എസ്, ദെൻ കെ. പിന്നീട് അത് ഡെസ്ക് എന്ന് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് കുട്ടികളും അതേപോലെ ഡെസ്ക് എന്ന് പറയും. ഇങ്ങനെ പഠിപ്പിക്കുന്നതിനെയാണ് ആൽഫബറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് റീഡിംഗ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ലെറ്റർ മെത്തേഡ് ഓർ എ ബി സി മെത്തേഡ്. ഈ മെത്തേഡിനെ ലെറ്റർ മെത്തേഡ് എന്നും എ ബി സി മെത്തേഡ് എന്നും പറയാറുണ്ട്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ് ഈസ് ഫോണിക് മെത്തേഡ് ഓർ ഫോണിറ്റിക്സ് മെത്തേഡ്. In this method, vowels are introduced one by one to the learners, and after that consonants are also introduced to the learner. ഈ മെത്തേഡിൽ ടീച്ചർ ആദ്യം ഓരോ വവൽസ് ബോർഡിൽ എഴുതും. എന്നിട്ടത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കും. പിന്നീട് കോൺസണൻസ് ഏതൊക്കെയാണെന്ന് എഴുതും. പിന്നീട് അത് വായിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഡെസ്ക് എന്ന വേർഡാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിലുള്ള വവൽസ് ഏതൊക്കെയാണെന്ന് ആദ്യം ബോർഡിൽ എഴുതും.
പിന്നീട് അതിൽ കോൺസണൻസ് എഴുതും. എന്നിട്ട് അത് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നീട് കുട്ടികളോട് അത് നോക്കിയിട്ട് ടീച്ചർ പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഒരു ഫാസ്റ്റ് മെത്തേഡാണിത്. ബിക്കോസ് ഇതിൽ കുട്ടികൾക്ക് ആദ്യം തന്നെ വവൽസും കോൺസണൻസും ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും. വൈൽ ഫോളോയിങ് ദിസ് മെത്തേഡ് ഇറ്റ് നീഡ് ആൻ എഫിഷ്യൻറ്റ് ടീച്ചർ. വവൽസിനെയും കോൺസണൻസിനെയും പറ്റി കറക്റ്റായിട്ട് അറിയുന്ന ഒരു ടീച്ചർ വേണം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ. വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ഫോണറ്റിക് മെത്തേഡ് ഈസ് ലാക്ക് ഓഫ് എഫിഷ്യൻറ്റ് ടീച്ചർ. ഇതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് റാദർ ദാൻ മീനിങ്. ഇവിടെ മീനിങ്ങിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ സൗണ്ട്സിനാണ്. സോ ഈ രണ്ട് മെത്തേഡ്സാണ് അനലറ്റിക് മെത്തേഡിൽ വരുന്നത്. ആൽഫബറ്റിക് മെത്തേഡ് ആൻഡ് ഫോണിക് മെത്തേഡ് ഓർ ഫോണറ്റിക് മെത്തേഡ്. ആൽഫബറ്റിക് മെത്തേഡിൽ ഓരോ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനെ പറ്റിയിട്ടാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫോണിക് ഓർ ഫോണറ്റിക് മെത്തേഡിൽ വവൽസിനെ പറ്റിയും കോൺസണൻസിനെ പറ്റിയിട്ടുമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 1 by 1 ആയിട്ട് ഓരോ വവൽസിനെ പറ്റിയും കോൺസണൻസിനെ പറ്റിയിട്ടും. ഇനി നമുക്ക് സിന്തറ്റിക് മെത്തേഡ് നോക്കാം. സിന്തറ്റിക് മെത്തേഡ് ക്യാൻ ബി സീൻ ഇൻ 3 ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. First one is the word method or look and say method. Then second one, phrase method or sentence method. And third one, paragraph method or story method. First type of method is word method or look and say method. In this method, students learn to recognize the whole word rather than individual sounds and letters. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ സൗണ്ട്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ വായിക്കാനല്ല ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു ഹോൾ വേർഡ് വായിക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് മെത്തേഡിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ടീച്ചർ ഒരു വേർഡ് എഴുതിയിട്ട് അത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കും. അത് കേട്ട് കുട്ടികളും അതേപോലെ ആ വേർഡ് റിപ്പീറ്റ് ചെയ്യും. ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ ക്യാൻ യൂസ് ഫ്ലാഷ് കാർഡ്സ് ഫോർ ടീച്ചിങ് വേർഡ്സ്. ഈ മെത്തേഡിൽ ടീച്ചർക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. ഒരു ഫ്ലാഷ് കാർഡിൽ ഒരു വേർഡ് എഴുതിയിട്ട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ടീച്ചർ ആ വേർഡ് അട്ടർ ചെയ്യുക. അത് കേട്ട് കുട്ടികളും അതേപോലെ ആ വേർഡ് വായിക്കും. ഇങ്ങനെ വായിക്കുമ്പോൾ കുട്ടികൾക്ക് ആ വേർഡിൻ്റെ മീനിങ് അറിയാൻ പറ്റും. ഇറ്റ് ഓൾസോ ഡെവലപ്പ് ദ റീഡിംഗ് സ്കിൽ. ഇതിലൂടെ കുട്ടികളുടെ റീഡിംഗ് സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫ്രേസ് മെത്തേഡ് ഓർ സെൻറ്റൻസ് മെത്തേഡ്. ഫ്രേസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് which makes sense but not complete sense. It is a midway between word method and sentence method. വേർഡ് മെത്തേഡിൻ്റെയും സെൻറ്റൻസ് മെത്തേഡിൻ്റെയും ഇടയിൽ വരുന്ന ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഫ്രേസ് മെത്തേഡ്. ഓരോ ഫ്രേസസ് കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുന്നതിനെയാണ് ഫ്രേസ് മെത്തേഡ് എന്ന് പറയുന്നത്. സെൻറ്റൻസ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ റൈറ്റ് സം സെൻറ്റൻസ് ഓൺ ദ ബോർഡ് ആൻഡ് റീഡ് ഇറ്റ്. ദെൻ ദ സ്റ്റുഡൻസ് ലേൺ ഇറ്റ് ബൈ റിപ്പീറ്റിംഗ് ദോ സെൻറ്റൻസ്. ഈ മെത്തേഡിൽ ടീച്ചർ ഒരു സെൻറ്റൻസ് ബോർഡിൽ എഴുതും. എന്നിട്ടത് വായിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ദെൻ കുട്ടികളും അതേപോലെ റിപ്പീറ്റ് ചെയ്യും. ദെൻ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് ഈസ് സ്റ്റോറി മെത്തേഡ് ഓർ പാരഗ്രാഫ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ ടെൽസ് എ സ്റ്റോറി ടു ദ ലേണർ ആൻഡ് റൈറ്റ് സ്റ്റോറി ഇൻ ദ ബ്ലാക്ക് ബോർഡ് ഓർ എ ചാർട്ട്. ദ അറ്റൻഷൻ ഓഫ് ദ ലേണർ ടു ദാറ്റ് ബോർഡ് ഓർ ടു ദ ചാർട്ട് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. The learner have to read it and identify the individual element in that story or in that paragraph. ഈ മെത്തേഡിൽ ടീച്ചർ കുട്ടികൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സ്റ്റോറി ഒരു ബോർഡിലോ ബ്ലാക്ക് ബോർഡിലോ എഴുതും. എന്നിട്ടത് കുട്ടികളോട് വായിക്കാൻ പറയും. അതിനുശേഷം ആ സ്റ്റോറിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എലമെൻസും കുട്ടികൾ ഫൈൻഡ് ചെയ്യണം. സോ റീഡിംഗ് സ്കില്ലിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my